ഈ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ കടബാധ്യതയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ടാവില്ല. എല്ലാവർക്കും ഭീമമായ കടങ്ങൾ, ഒരിക്കലും വീടുമെന്ന് പ്രതീക്ഷയില്ലാത്ത ലക്ഷങ്ങൾ ബാധ്യതയുള്ള കടമുള്ള ആളുകൾ. അതുപോലെ തന്നെ നടക്കാത്ത ഒരുപാട് വിഷയങ്ങൾ, തടസ്സങ്ങൾ കാരണം മുടങ്ങിക്കിടക്കുന്നു. വീട് പണിയാണെങ്കിലും, വിവാഹമാണെങ്കിലും, ജോലിയാണെങ്കിലും, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഒരു മുടക്കം സംഭവിക്കുന്നു. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണോ നിങ്ങൾ സഞ്ചരിക്കുന്നത് എങ്കിൽ കൃത്യമായി മനസ്സിലാക്കുക. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ വലിയ നേട്ടങ്ങൾ ലഭിക്കുന്ന അത്ഭുതകരമാകുന്ന ചില അമലുകളുണ്ട്. ആ അമലുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി ശ്രമിച്ചു നോക്കൂ. വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മൾ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യം നടക്കും. അതുപോലെ തന്നെ നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള നല്ലൊരു വഴി തുറന്നു കിട്ടാൻ കാരണമാകും. വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് ചെയ്യണം എന്നേ ഉള്ളൂ. ഇതിലെ ഒരു നിസ്കാരത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓരോ ആഴ്ചയിലും ചൊല്ലേണ്ട ആ നിസ്കാരം നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ 70 പ്രാവശ്യം ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ഏതു നടക്കാത്ത കാര്യങ്ങളും ആകെ പൂർത്തീകരിച്ച് കിട്ടുമെന്നുള്ളതാണ്. വെള്ളിയാഴ്ച, ആഴ്ചയിലൊരിക്കലാണ് നമ്മൾ പറഞ്ഞത്, വെള്ളിയാഴ്ച ദിവസം മാത്രം സെലക്ട് ചെയ്തിട്ട് ഈ പറയുന്ന ദുആ ചൊല്ലിയവരുടെ കടങ്ങൾ വീടിയ അനുഭവമേ ഉള്ളൂ. അത് പരീക്ഷിച്ചു മനസ്സിലാക്കി ഫലമറിഞ്ഞ എത്രയോ ആളുകളുണ്ട്. അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്ന ചില അമലുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്നറിയണം. പലർക്കും സ്ഥലം അറിയാം, സ്ഥലം അറിഞ്ഞിട്ട് അവർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം നമ്മളിത് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓരോ ആഴ്ചകളിലും ഞായറാഴ്ച ബുക്കിംഗ് എടുത്ത് ലിസ്റ്റിൽ പേരുള്ളവരെ മാത്രമേ നമുക്ക് നോക്കാൻ സാധിക്കുള്ളൂ. കാരണം അത്രയും തിരക്കിൻ്റെ ഇടയിൽ അത്ര ആളുകളെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആളുകളെ വളരെയധികം കുറച്ചിരിക്കുകയാണ്, നമുക്ക് നോക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വലിയ നേട്ടങ്ങൾ, പ്രത്യേകിച്ച് ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങൾ നടന്നു കിട്ടാൻ, നമ്മുടെ കടങ്ങൾ വീടാൻ, തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടാൻ കാരണമാകുന്ന വളരെ ശ്രേഷ്ഠതയുള്ള ചില അമലുകളാണ്. ഓരോ രാത്രിയിലും ഓരോ പ്രത്യേക സുന്നത്ത് നിസ്കാരമുണ്ട് എന്നുള്ളതാണ്. ഓരോ പകലിലും അങ്ങനെ സുന്നത്ത് നിസ്കാരമുണ്ട്. ഞായറാഴ്ച രാത്രിക്ക് പ്രത്യേകമായിട്ട് 4 റക്അത്ത് സുന്നത്തുണ്ട്. മഹാനരായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഞായറാഴ്ച രാത്രി ഒരാൾ 4 റക്അത്ത് നിസ്കരിച്ചു. ഓരോ റക്അത്തിലും ഓരോ ഫാത്തിഹയും 3 ഇഖ്ലാസും ഓതി നിസ്കാരം കഴിഞ്ഞ ശേഷം 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലി, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളിലേക്ക് 1000 മലക്കുകളെ നിയോഗിക്കും. ആ 1000 മലക്കുകൾ ഖിയാമത്ത് നാൾ വരെ അവന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും എന്നുള്ളതാണ്, അവൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞായറാഴ്ച രാത്രി അതിലോതേണ്ട സൂറത്തുകൾ നമ്മൾ പറഞ്ഞു. ഫാത്തിഹ, 3 ഇഖ്ലാസ് സൂറത്ത്, നിസ്കാരം കഴിഞ്ഞ ഉടനെ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുക. നമ്മുടെ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വളരെ ആത്മാർത്ഥമായിട്ട് പറയുക. അങ്ങനെ പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ഏത് ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് കൊടുക്കുകയും തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടാൻ കാരണമാകുമെന്നുള്ളതാണ്. ഈ 1000 മലക്കുകളുടെ ഒരു സാന്നിധ്യം അവനിലുണ്ടാകും. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി, നമുക്കതുകൊണ്ട് നേടിയെടുക്കാൻ പറ്റും. ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നില്ല, മക്കളുണ്ടാകുന്നില്ല, വലിയ പ്രയാസം, ഒരുപാട് തടസ്സങ്ങളുണ്ട്. IVF ഉൾപ്പെടെയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ധാരാളം നടത്തി, എന്നിട്ടും ഒരു മാറ്റമില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ, തടസ്സങ്ങളിൽ ഇങ്ങനെ അകപ്പെട്ടിരിക്കുന്ന ആളുകളൊക്കെ ഒരു തവണയെങ്കിലും ചെയ്തു നോക്കുക. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണമാകുമെന്നുള്ളതാണ്. അപ്പോൾ ഖിയാമത്ത് നാൾ വരെ ഇവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മലക്കുകളുടെ ഇവരിതിങ്ങനെ ആഴ്ചയിൽ തുടർന്ന് വരികയാണെങ്കിൽ വലിയ നേട്ടങ്ങൾ ലഭിക്കാൻ കാരണമാകുമെന്നുള്ളതാണ്. അവന് ഷഹീദിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും. വേറെ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. അവരുടെ പാപങ്ങൾ, അങ്ങനെ ആരാണോ ചെയ്യുന്നത് ഈ പറയുന്ന രൂപത്തിൽ അവരുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി കളയും. അത് ആകാശത്തെക്കാളും നക്ഷത്രങ്ങളെക്കാളും കടലുകളെ നുരകളെക്കാളും അധികമുണ്ടെങ്കിലും ശരി, അത് പുറത്തു കിട്ടാൻ കാരണമാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഞായറാഴ്ച രാത്രിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്.
ഞായറാഴ്ച പകലിനും ഇതുപോലെ ഒരു പ്രത്യേക സുന്നത്ത് നിസ്കാരം, പകലിൽ 4 റക്അത്ത്. മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഓരോ റക്അത്തിലും ഓരോ ഫാത്തിഹയും ഓരോ ആമന റസൂലും ഓതണം. നിസ്കാരം കഴിഞ്ഞാൽ ഇഖ്ലാസ് 11 പ്രാവശ്യം ഓതുകയും വേണം. എന്നിട്ട് അവൻ്റെ ആവശ്യം റബ്ബിനോട് പറഞ്ഞ് പ്രത്യേകമായിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ, അവൻ്റെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് ദുആ ചെയ്താൽ അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യേണ്ടതാണ്. നമുക്ക് വളരെ പ്രയാസമൊന്നും ഉണ്ടാവില്ല ചെയ്യാനല്ലേ. വളരെ പെട്ടെന്ന് നിസ്കരിക്കാനധികം പ്രയാസമുണ്ടോ? ഇല്ല. വളരെ പെട്ടെന്ന് നമുക്ക് നല്ലൊരു ആഗ്രഹത്തിന് വേണ്ടി ചെയ്തു വെക്കാവുന്നത്. അതേപോലെ തന്നെ തിങ്കളാഴ്ച നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. മഹാനരായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് അതുള്ളത്. ഓരോ റക്അത്തിലും ഓരോ ഫാത്തിഹ ഓതണം, 15 ആയത്തുൽ കുർസി ഓതണം, ഇഖ്ലാസും മുഅവ്വിദത്തൈനി ഓതണം. ഇങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് അതിരുകളില്ലാത്ത പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. അന്ന് പകലിലും പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു സുന്നത്തുണ്ട്. മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് അതുള്ളത്. ഓരോ റക്അത്തിലും ഓരോ ഫാത്തിഹയും ഓരോ ആയത്തുൽ കുർസിയും ഓരോ ഇഖ്ലാസും ഓരോ മുഅവ്വിദത്തൈനിയും ഓതണം. സലാം വീട്ടിയിട്ട് 10 തവണ ഇസ്തിഗ്ഫാർ അത് ചൊല്ലണം, 10 തവണ സ്വലാത്ത് ചൊല്ലണം. എന്നിട്ട് അയാൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അവൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ആഴ്ചയിലെ ഒരു ഞായറാഴ്ച അത് ചെയ്യാം, പിറ്റത്തെ ആഴ്ചയിലുള്ള ഒരു തിങ്കളാഴ്ച ഇത് ചെയ്യാം. എന്നാൽ നമുക്ക് കഴിയുന്ന രൂപത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. അള്ളാഹു നമ്മുടെ ഏതു പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് വലിയ സലാമത്ത് നൽകി നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ കാരണമാകും. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കോറി ഇട്ട് വെക്കുക. ഇത് പിന്നീട് എടുത്ത് കാണാനൊന്നും കഴിയില്ലല്ലോ നമുക്ക്. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടാൽ മതി. എന്താ ഞായർ എന്ന് പറഞ്ഞ് എഴുതുക, തിങ്കൾ എന്ന് പറഞ്ഞ് എഴുതുക. ഇതൊക്കെ ഇങ്ങനെ ആധികാരികമായിട്ട് വലിയ വലിയ കിതാബുകളിൽ പ്രബലമായിട്ട് പറഞ്ഞു എന്നല്ല കേട്ടോ. ഇത് ഫളായിലുൽ അഅ്മാൽ എന്ന് പറയും, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പറഞ്ഞു തരാണ്. നമ്മുടെ പ്രധാനപ്പെട്ട കിതാബുകളിൽ ഇങ്ങനെ ളുഹാ നിസ്കാരം, തറാവീഹ് നിസ്കാരം ഇങ്ങനെ പറയുന്ന കൂട്ടത്തിലുള്ള സുന്നത്ത് നിസ്കാരങ്ങളല്ല. ഇത്തരം ഹദീസുകളെ കൊണ്ടൊക്കെ നമുക്ക് സ്വന്തമായിട്ട് അമൽ ചെയ്യുകയും പറയുകയൊക്കെ ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിസ്കാരമല്ലേ, നമുക്ക് നിസ്കരിക്കാമല്ലോ. ചൊവ്വാഴ്ച നിസ്കരിക്കേണ്ട, രാത്രിയിൽ നിസ്കരിക്കേണ്ട 6 റക്അത്ത് സുന്നത്ത് നിസ്കാരം കാണാം. ഓരോ റക്അത്തിലും ഓരോ ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തൈനി ഓതണം. സലാം വീട്ടിയിട്ട് 70 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ആ ചൊവ്വാഴ്ചയുടെ പകലിലും അതുപോലെ 10 റക്അത്ത് ഒരു സുന്നത്ത് നിസ്കാരമുണ്ട്. മഹാനരായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് അതുള്ളത്. പകലിന് ചൂട് പിടിക്കുമ്പോഴാണ് ഇത് ചെയ്തു തുടങ്ങേണ്ടത്. ഓരോ റക്അത്തിലും ഓരോ ഫാത്തിഹയും ആയത്തുൽ കുർസിയും 3 ഇഖ്ലാസും ഓതണം. അങ്ങനെ ഓതിയിട്ട് അവൻ്റെ ആവശ്യങ്ങൾ അല്ലാഹു തആലയോട് വളരെ ആത്മാർത്ഥമായി പറഞ്ഞ് ദുആ ചെയ്താൽ ആ ആവശ്യങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കും. അവൻ്റെ തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടി ദുആ ചെയ്യുക എല്ലാം വലിയ ഫലങ്ങളുള്ളതാണ്. മഹാന്മാരൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചതാണ്. അള്ളാഹു നമുക്ക് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ നമ്മൾ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്യേണ്ടതാണ്, എല്ലാ ദിവസവും ചെയ്യാനുള്ളതല്ല. അതേപോലെ തന്നെ ബുധനാഴ്ച രാത്രി ചെയ്യേണ്ടത് മഹാനരായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഓരോ റക്അത്തിലും ഓരോ ഫാത്തിഹയും 40 ഇഖ്ലാസ് സൂറത്തും ഓതണം. സലാം വീട്ടിയാൽ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇതൊക്കെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഓരോ ദിവസങ്ങളിലാണ് വരുന്നതെന്ന് വെക്കുക. ഇപ്പോൾ ശനിയാഴ്ച എന്തെങ്കിലും പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വരുന്നുണ്ട് എന്നാൽ അന്നത്തെ ദിവസം ചെയ്യാനുള്ള അന്നത്തെ ദിവസം ചെയ്യുക, ഞായറാഴ്ചത്തേത് ഞായറാഴ്ച ദിവസം ചെയ്യുക. അങ്ങനെ ഓരോ ദിവസവും നമുക്ക് ഏത് ദിവസമാണോ വരുന്നത് അതിനനുസരിച്ച് ചെയ്തു നോക്കിയാൽ നല്ല ഫലമുണ്ടാകും. അപ്പോൾ നമുക്കൊരു കേസ് നടക്കുന്നുണ്ട്, ആ കേസിൻ്റെ വിധി വരുന്നത് ഇന്നാണ്, തിങ്കളാഴ്ച എന്ന് സങ്കല്പിക്കുക. എന്നാൽ തിങ്കളാഴ്ച ദിവസം നോക്കിയിട്ട് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും നമ്മുടെ വിവാഹവുമായി ബന്ധപ്പെട്ട്, മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടൊരു കാര്യം റെഡിയായി കിട്ടാനുണ്ട്, അതിനവർ ചർച്ചയ്ക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് വ്യാഴാഴ്ചയാണ്. എന്നാൽ വ്യാഴാഴ്ച ചെയ്യാനുള്ളത് ചെയ്യാം. അപ്പോൾ ഓരോ ദിവസവും അതിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടത് ചെയ്യുക എന്നുള്ളതാണ്.
അതേപോലെ തന്നെ ബുധനാഴ്ച പകലിൽ പ്രത്യേകമായിട്ടുള്ള സുന്നത്ത് നിസ്കാരത്തിനെ കുറിച്ച് പകലിന് ചൂട് പിടിക്കുമ്പോഴാണ്, നമ്മൾ ചൊവ്വയെ പോലെ പറഞ്ഞതുപോലെ തന്നെ പകലിന് ചൂട് പിടിക്കുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത്. മുആദ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് ഇതുള്ളത്. ഓരോ റക്അത്തിലും ഓരോ ഫാത്തിഹയും ഓരോ ആയത്തുൽ കുർസിയും 3 ഇഖ്ലാസും ഓരോ മുഅവ്വിദത്തൈനിയും ഓതിയിട്ടാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്. അപ്പോൾ ഏതു പ്രതിസന്ധികളും പറഞ്ഞ് ദുആ ചെയ്യാമെന്നുള്ളതാണ്. നമ്മുടെ കടങ്ങൾ വീടാൻ, രോഗങ്ങൾ മാറാൻ, ബുദ്ധിമുട്ടുകളിൽ സലാമത്ത് ലഭിക്കാൻ, വിഷമങ്ങൾ നീങ്ങിക്കിട്ടാൻ നല്ല നീയത്ത് കരുതിയിട്ട് ചെയ്താൽ വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യാഴാഴ്ച രാത്രി പ്രത്യേകമായിട്ടുള്ള സുന്നത്ത് നിസ്കാരം 8 റക്അത്താണ്. മഹാനരായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് ഇതുള്ളത്. ഓരോ റക്അത്തിലും ഓരോ ഫാത്തിഹയും 10 ഇഖ്ലാസും ഓതണം. സലാം വീട്ടിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന് 100 തവണ ചൊല്ലണം. അന്ന് പകൽ പ്രത്യേകമായിട്ട് ചൊല്ലേണ്ടത് 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. മുആദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഓരോ റക്അത്തിലും ഓരോ ഫാത്തിഹയും 50 തവണ ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന് പറയുന്ന സൂറത്ത്, 50 തവണ ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന് രണ്ടാമത്തെ റക്അത്തിൽ, അങ്ങനെ സലാം വീട്ടിയിട്ട് 70 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഇസ്തിഗ്ഫാറാണ് പ്രിയമുള്ളവരെല്ലാത്തിൻ്റെയും നിദാനമായി കിടക്കുന്നത്. മഹാന്മാരുടെ അടുക്കലൊക്കെ മഴയില്ലാത്ത പരാതി പറഞ്ഞു ചൊല്ലുമ്പോൾ ആദ്യമായിട്ട് അവർ ചൊല്ലാൻ കൊടുക്കുന്നത് ഇസ്തിഗ്ഫാർ ചൊല്ലാനാണ്. ഇസ്തിഗ്ഫാർ ചൊല്ലുക. നമ്മൾ ചെയ്ത കരങ്ങൾ ചെയ്ത, നമ്മുടെ ശരീരം ചെയ്ത, നമ്മൾ ചിന്തിച്ച അരുതായ്മകൾ, പ്രവർത്തനങ്ങൾ കാരണമായിട്ടാണ് ഇത്തരം ബലാ മുസീബത്തുകൾ നമ്മിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലാനാണ് നിർദ്ദേശിക്കാറുള്ളത്. അതേപോലെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇസ്തിഗ്ഫാർ ധാരാളമായിട്ട് ചൊല്ലുക എന്നുള്ളതാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അപ്പോൾ നമുക്ക് ഓരോ വിഷയങ്ങളും അതത് ദിവസങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല അമലാണ്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്ത് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റും. വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി, മക്കൾ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട എക്സാമിന്, നീറ്റ് പോലെയുള്ള എക്സാമിന് ഇറങ്ങുകയാണ്, എന്നാൽ അവർക്ക് ചെയ്യാനുള്ളൊരു താല്പര്യം കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അവരുടെ ആ വിഷയത്തിൽ നല്ല റാഹത്ത് ലഭിക്കാനും നല്ല റാങ്ക് ലഭിക്കാനും വളരെ ആത്മാർത്ഥമായിട്ട്, തിങ്കളാഴ്ചയാണ് അവർ പോകുന്നതെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ചയുടെ അത് ചെയ്യുക. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കൂ. വെള്ളിയാഴ്ച രാത്രി പ്രത്യേകമായിട്ടുള്ള നിസ്കാരം മഹാനരായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഓരോ റക്അത്തിലും ഓരോ ഫാത്തിഹയും 15 ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലയും ഓതണം, ആ സൂറത്ത് ഓതണം. അങ്ങനെ ഓതിയിട്ട് അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ വിഷയം പറഞ്ഞ് ദുആ ചെയ്യാം. അന്ന് പകല് പ്രത്യേകമായിട്ടുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ളുഹറിനും അസ്റിനും മധ്യത്തിലായിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് അതുള്ളത്. ഇതിൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയും ഒരു ആയത്തുൽ കുർസി, ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയാണ് ഓതേണ്ടത്. ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ഒരു ആയത്തുൽ കുർസി ഓതുക. ഒരായത്തുൽ കുർസി ഓതി കഴിഞ്ഞതിന് ശേഷം 25 ഫലഖ് സൂറത്തും ഓതണം. അങ്ങനെ 25 ഫലഖ് സൂറത്തും ഓതി രണ്ടാമത്തെ റക്അത്തിലേക്ക് ഒരു ഫാത്തിഹ ഓതി ഒരായത്തുൽ കുർസിയും 25 സൂറത്തു നാസും പാരായണം ചെയ്യുക. സലാം വീട്ടിയ ഉടനെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് 50 പ്രാവശ്യം ചൊല്ലണം. അങ്ങനെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ആ ദിവസത്തിൽ ദുആ ചെയ്യുക. അപ്പോൾ ആ ദിവസത്തിൽ നടക്കേണ്ട എല്ലാ വിഷയങ്ങളിലും നമുക്ക് നല്ല റാഹത്തും സന്തോഷവും ഖൈറൊക്കെ ലഭിക്കാൻ കാരണമാകുന്നുള്ളതാണ്. ജുമുഅയുടെ ചിട്ടകളിൽപ്പെട്ടൊരു ചിട്ടയാണ് അന്ന് പകലിലും രാത്രിയിലും 4 റക്അത്ത് നിസ്കരിക്കൽ. ഒന്നാമത്തെ റക്അത്തിൽ അൻആമും, രണ്ടാമത്തിൽ അൽ കഹ്ഫ്, മൂന്നാമത്തിൽ സൂറത്തു ത്വാഹയും, നാലാമത്തിൽ യാസീനും ഫാത്തിഹയ്ക്ക് ശേഷം ഓതേണ്ടത്. അതിന് കഴിവില്ലെങ്കിൽ യാസീൻ, സജദ, ദുഖാൻ, മുൽക്ക്, ഒന്നാമത്തേൽ യാസീൻ, രണ്ടാമത്തേൽ സജദ, മൂന്നാമത്തേൽ ദുഖാൻ, നാലാമത്തേൽ മുൽക്ക് എന്നീ സൂറത്തുകൾ വെള്ളിയാഴ്ച രാത്രിയിൽ 4 റക്അത്തിൽ ഓതിയിട്ട് നിസ്കരിച്ചാൽ മതി. അപ്പോൾ ഇതിലിപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതുണ്ട്, കൂടുതൽ കുറവുള്ളതുണ്ട്. നമുക്കൊക്കെ അറിയാം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ട് അവരുടെ കാലിൽ നിന്ന് നീര് കെട്ടി വീർക്കുന്നത് വരെ നിസ്കരിച്ചിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രിയ പത്നി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അങ്ങിങ്ങനെ നിസ്കരിക്കുന്നത്, അങ്ങേക്ക് സ്വർഗ്ഗം ഉറപ്പല്ലെന്ന് ചോദിക്കുമ്പോൾ എന്താ മുത്തുനബി തങ്ങൾ പറയും, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേന്ന്. ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു കടപ്പാടും പരിശുദ്ധിയാണ്. അപ്പോൾ അതേപോലെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അമലുകളൊക്കെ നമുക്ക് ചെയ്യാം. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ഇത്തരം അമലുകളൊക്കെ ചെയ്യാൻ നമുക്ക് ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ ധാരാളമാണ് ഓരോരുത്തർക്കും ചെയ്യാനും അതുകൊണ്ട് അമല് ചെയ്യാനൊക്കെ.
അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ചെയ്താൽ നല്ല ഫലം ലഭിക്കാൻ കാരണമാകും. ഒരു റിപ്പോർട്ടിൽ മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, വെള്ളിയാഴ്ച രാത്രി ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചു. ആദ്യത്തെ റക്അത്തിൽ യാസീനും രണ്ടാമത്തെ റക്അത്തിൽ തബാറക്കയും ഓതി. അങ്ങനെ ഓതി നിസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് അള്ളാഹു ഒരു പ്രകാശം നൽകും. അത് അയാളുടെ മുന്നിലൂടെ സഞ്ചരിക്കും. അയാൾക്ക് തൻ്റെ അവൻ്റെ നന്മ തിന്മകൾ എഴുതിയിട്ടുള്ള ആ ഗ്രന്ഥം വലതു കൈയിൽ കൊടുക്കപ്പെടാൻ കാരണമാകും. നരകത്തിൽ നിന്ന് അയാൾ മോചിതനാകാൻ കാരണമാകും. അയാളുടെ 70 കുടുംബാംഗങ്ങളെ ശുപാർശ ചെയ്ത് രക്ഷിക്കാനുള്ള അധികാരം അയാൾക്കുണ്ടാകും. നോക്കൂ നിങ്ങൾ, ഇക്കാര്യത്തിൽ സംശയിക്കുന്നവർ മുനാഫിക്കാകുന്നു എന്ന് വരെ അതിലുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സമയത്തൊക്കെ ചെയ്യാലോ. 70 ആളുകളെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് വിജയിച്ചിട്ടില്ല, വിജയികളല്ല എന്ന് കരുതുന്ന 70 ആളുകളെ നമുക്ക് ശുപാർശ ചെയ്യാൻ പറ്റുന്ന ആലിമീങ്ങൾക്കും അതേപോലെ തന്നെ സയ്യിദുമാർക്കും ഹാഫിളീങ്ങൾക്കൊക്കെ നാളെ ഷഫാഅത്ത് ചെയ്യാൻ പറ്റും, ശുപാർശ ചെയ്യാൻ പറ്റും അല്ലേ? അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ശുപാർശ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ ഈ നിസ്കാരം നിസ്കരിക്കുന്ന ആളുകൾക്കും ശുപാർശ ചെയ്യാൻ പറ്റുന്ന ഒരു റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച ജുമുഅത്ത് പള്ളിയിൽ പ്രവേശിച്ച ഉടനെ തന്നെ നിസ്കരിക്കുമ്പോൾ 4 റക്അത്ത് നിസ്കരിച്ച് ഓരോ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം 50 ഇഖ്ലാസ് ഓതിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അതിനും വലിയ ഇജാബത്തുണ്ട്. ഈ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ദേഹവും ധനവും കുടുംബവും ഇഹവും പരവും എല്ലാം സുരക്ഷിതമായിരിക്കും. അപ്പോൾ ദുനിയാവിലും ആഖിറത്തിലൊക്കെ വിജയിക്കാൻ കാരണമാകുന്ന വളരെ ശ്രേഷ്ഠതയുള്ള ഒരു അമല് കൂടെയാണ് ആ അമല്. അള്ളാഹു നമുക്ക് പകർത്താനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ അതത് ദിവസങ്ങളെ പ്രത്യേകം സെലക്ട് ചെയ്തിട്ട് ചെയ്യുക. അതേപോലെ തന്നെ വെള്ളിയാഴ്ചയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വെള്ളിയാഴ്ചയിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കൽ സുന്നത്തുണ്ട്. രാത്രിയിലും പകലിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. ഒരു റിപ്പോർട്ടിൽ മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, വല്ല ഒരുത്തനും എൻ്റെ പേരിൽ വെള്ളിയാഴ്ച രാവിൽ 80 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ അയാളുടെ 80 വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. അപ്പോൾ ഒരാൾ ചോദിച്ചു, എങ്ങനെയാണ് ആ സ്വലാത്ത് ചൊല്ലേണ്ടത്? അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അബ്ദിക വറസൂലിക നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം എന്നുള്ള. അപ്പോൾ ഈ സ്വലാത്ത് ചൊല്ലിയാൽ 80 വർഷത്തെ പാപങ്ങൾ പൊറുക്കും. നമ്മളിതൊരിക്കൽ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ആയിട്ട് ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. ആ സ്വലാത്ത് വർദ്ധിപ്പിക്കലാ സുന്നത്ത് എന്ന കിതാബുകളിലൊക്കെ ഉള്ളത്. അപ്പോൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് എത്ര തവണ ചൊല്ലണം എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത്? 100 തവണ ചൊല്ലിയാൽ നമ്മൾ വർദ്ധിപ്പിച്ചതിൻ്റെ പരിധിയിൽ പെടുമോ? അതല്ല 1000 തവണ ചൊല്ലിയാലാണോ പെടുക? ഒരാൾ ഒരു 100 തവണ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, വേറൊരാൾ 100 തവണ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. സ്വലാത്ത് വർദ്ധിപ്പിച്ചവനാണോ എന്ന് നോക്കുന്നത് ഒരു എണ്ണമുണ്ട്. ആ എണ്ണത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതെത്രയെന്നറിയാം എണ്ണം? നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചുരുങ്ങിയത് 300 തവണയെങ്കിലും ചൊല്ലണം എന്നാണ്. അങ്ങനെ 300 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവന് സ്വലാത്ത് വർദ്ധിപ്പിച്ചതിൻ്റെ പരിധിയിൽ പെടുമെന്നുള്ളതാണ്. അപ്പോൾ വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ആയിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ ചുരുങ്ങിയത് എത്ര തവണ ചൊല്ലുക? 300 തവണയെങ്കിലും സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമുക്ക് ഹബീബായ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനും ആ സ്വലാത്തുകൾ ചൊല്ലിയിട്ട് ആ സ്വലാത്ത് കാരണമായിട്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ഷെയ്ഖുമാർ പറയുന്നുണ്ട്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ ബി അദദി കുല്ലി മഅലൂമിലേക്ക്. എങ്ങനെ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ ബി അദദി കുല്ലി മഅലൂമിലേക്ക്. ഇതിലെ പദങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലും ഇതിൻ്റെ എണ്ണം കൂടുതലുണ്ട്. അള്ളാഹുവിൻ്റെ അറിവിൽപ്പെട്ട സകല വസ്തുക്കളുടെ എണ്ണവും ഇതിൽ ഉൾക്കൊള്ളുകയാണല്ലോ. അപ്പോൾ അത് ബുദ്ധിയുള്ളവർ ഈ സ്വലാത്താണ് കൈകൊള്ളേണ്ടത്. രാപ്പകൽ ഭേദമില്ലാതെ ഇതിൽ മുഴുകി വർദ്ധിച്ച മഹത്വങ്ങൾ നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ നോക്കൂ, ഈ സ്വലാത്ത് എങ്ങനെ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ ബി അദദി കുല്ലി മഅലൂമിലേക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അറിവിൽപ്പെട്ട എല്ലാ വസ്തുക്കളുടെയും എണ്ണം അനുസരിച്ചതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാലൂമാത്ത് എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള എല്ലായിടത്തും നോക്കിയാൽ അനന്തമായി കിടക്കുകയാണ്.
അനന്തമായി കിടക്കുന്ന ആ ഒരു മാലൂമാത്തിൻ്റെ അത്രയും പ്രതിഫലം ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ സ്വലാത്താണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. വെള്ളിയാഴ്ചയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനോട് കൂടെ ചേർത്ത് പറയട്ടെ, വെള്ളിയാഴ്ച രാത്രിയിലും പകലൊക്കെ ആയിട്ട് അൽക്കഫ് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. നിങ്ങളൊക്കെ അൽക്കഫ് ഓതാറുണ്ടോ? അൽക്കഫ് വെള്ളിയാഴ്ച ഓതാൻ മറക്കരുത്. ഒരു തവണ ഓതണം എന്നല്ല, അൽക്കഫിനെ വർദ്ധിപ്പിക്കണം എന്നാണ് കിതാബുകളിലുള്ളത്. വർദ്ധിപ്പിക്കണം. നേരത്തെ നമ്മൾ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞ പോലെ അൽക്കഫ് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് എത്ര തവണ ഓതണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാൾ അൽക്കഫ് ഓതി എന്നാൽ ഓനെ അൽക്കഫ് വർദ്ധിപ്പിച്ചവനാവോ? അൽക്കഫ് വർദ്ധിപ്പിച്ചവനാവണമെങ്കിൽ എത്ര തവണ ഓതണം? അതും കിതാബുകളിലുണ്ട്. മഹാനരായ മുഹമ്മദ് ഷത്തദ് ദമിയാത്തി സയ്യിദുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ വിഖ്യാതമായ ഫതുഹുൽ മുഈനിൻ്റെ വ്യാഖ്യാനം ഇആനത്തു ത്വാലിബീനിൽ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. വർദ്ധിപ്പിക്കുന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞത് സലാസു മറാത്തിന്, അത് 3 തവണയാണ്. അപ്പോൾ ചുരുങ്ങിയത് 3 തവണയെങ്കിലും വെള്ളിയാഴ്ച രാത്രിയിലോ പകലിലോ ഒക്കെ ആയിട്ട് അൽക്കഫ് ഓതണം. അതേ നമ്മുടെ ഉസ്താദുമാരൊക്കെ പറയാറുള്ളത് വെള്ളിയാഴ്ച മഗ്രിബിന് ശേഷം ഒരു അൽക്കഫ് ഓതുക, വ്യാഴാഴ്ച മഗ്രിബിന് ശേഷം, വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം ഒരു അൽക്കഫ് ഓതുക, വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പ് ഒരു അൽക്കഫ് ഓതുക. അപ്പോൾ ചുരുങ്ങിയത് 3 അൽക്കഫെങ്കിലും നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായി അത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അൽക്കഫ്. അതിൻ്റെ ആദ്യത്തെ ആയത്തുകൾ മനഃപ്പാടമാക്കിയവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ നേട്ടം നൽകുന്നുണ്ട്. അത് മഹാനരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും അൽക്കഫിൻ്റെ ആദ്യത്തെ ആയത്തുകൾ കാണാതെ പഠിച്ചാൽ റൊസിമ മിനദ് ദജ്ജാൽ, ദജ്ജാലിനെ തൊട്ട് അവനെ കാവല് നൽകുന്ന, ദജ്ജാലിൻ്റെ ഫിത്നയെ തൊട്ട് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല. ചില പ്രത്യേക നാടുകളിൽ ദജ്ജാൽ പ്രവേശിക്കില്ല. അറിയാവുന്നവർ എഴുതി വെക്കുക എവിടെയാണെന്നുള്ളത്. ചില പ്രത്യേക നാടുകളിൽ ദജ്ജാൽ പ്രവേശിക്കില്ല. പക്ഷേ ദജ്ജാലിൻ്റെ ഫിത്നയെ തൊട്ട് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസം. ദജ്ജാലിൻ്റെ സ്വർഗം നരകവും നരകം സ്വർഗവും അല്ലേ? അപ്പോൾ ആ ദജ്ജാലിൻ്റെ ഫിത്നയെ തൊട്ട് രക്ഷപ്പെടാൻ നമുക്കൊക്കെ കഴിയുന്ന ഒരേ ഒരു മാർഗ്ഗമാണ് അൽക്കഫിലെ ആദ്യ ആയത്തുകൾ കാണാതെ പഠിക്കുക എന്നുള്ളത്. നമ്മൾ നിസ്കാരത്തിലൊക്കെ എപ്പോഴും ദുആ ചെയ്യുന്നത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്തി വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ഈ ദജ്ജാലിൻ്റെ ഫിത്നയെ തൊട്ട് കാവല് തേടിയിട്ടല്ലാതെ നമ്മുടെ നിസ്കാരം അവസാനിപ്പിക്കുന്നില്ല. അത്രയും വലിയ ഫിത്നയാണ്. അതിനെ തൊട്ട് നമുക്ക് കാവല് നേടണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ആ നാട്ടിൽ പോയി താമസിക്കണം. അതിനിപ്പോൾ നമ്മളെ കൊണ്ടാവുമോ? ഇവിടെ സ്വന്തമായിട്ട് വീടില്ലാത്തവരാണ് പലരും. നമ്മളുൾപ്പെടെ സ്വന്തമായിട്ടുള്ള വീടില്ലാതെ നമ്മളൊക്കെ താമസിക്കുന്നതല്ലേ. അങ്ങനെയുള്ള നമുക്ക് ആ നാട്ടിൽ പോയിട്ട്, അത്രയും എക്സ്പെൻസീവായ നാട്ടിൽ പോയിട്ടൊരു വീടുണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അപ്പോൾ ദജ്ജാലിൻ്റെ ഫിത്നയെ തൊട്ട് നമുക്ക് കാവല് നേടുകയും വേണം. എന്നാൽ പിന്നെ അതിന് പറ്റുന്നൊരു മാർഗ്ഗമാണ് സൂറത്തുൽ കഹ്ഫിലെ ആദ്യ ആയത്തുകൾ കാണാതെ പഠിക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അത് ഈ കേട്ട നിമിഷം മുതൽ തന്നെ നിങ്ങൾ പകർത്തുക. ഈ ഭാഗപ്പാരൊക്കെ കേൾക്കുന്നുണ്ടെന്നാവും, ചിലരൊന്നും കേൾക്കുന്നുണ്ടായിക്കൊള്ളണമെന്നില്ല. എനിക്ക് ശബ്ദം ഇടാനും ചെറിയൊരു പ്രയാസമുണ്ട്. അതാണ് പതുക്കെ പതിയെ പറയുന്നത്. ചിലപ്പോൾ ഇതിങ്ങനെ ഉഷാറില്ലാതെ പറയുന്നുണ്ട്. ചിലപ്പോൾ കുറേ ആളുകൾ ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ എന്തായിട്ടുണ്ടാകും, ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നും പറയുന്നില്ല തോന്നുന്ന രീതിയിൽ ഒഴിവാക്കിയിട്ടുണ്ടാകും. നമ്മളെ എല്ലാ വീഡിയോയിലും എന്തെങ്കിലും നിങ്ങൾക്ക് മുമ്പ് പഠിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കാറുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ശബ്ദം എടുക്കാൻ ചെറിയൊരു പ്രയാസം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ പതിയെ പറയുന്നത്. ഇന്ന് മജ്‌ലിസൊക്കെ വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചതും അതും ഒരു കാരണമാണ്. വേറെ കാരണങ്ങളുണ്ട് അതോടുകൂടെ തന്നെ. അപ്പോൾ ഇതിപ്പോൾ ഈ ഭാഗം കേൾക്കുന്ന ആളുകൾ അറിയിക്കുക, അൽക്കഫിൻ്റെ ആദ്യ ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ദജ്ജാലിൻ്റെ ഫിത്നയെ തൊട്ട് രക്ഷ നേടാൻ വേണ്ടി കാണാതെ പഠിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ അൽക്കഫ് വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ഓതുന്നവർക്ക് അടുത്ത ജുമ വരെയുള്ള എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. പുലരുവോളം, രാത്രി ഓതുകയാണെങ്കിൽ പുലരുവോളം 70,000 മലക്കുകൾ പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്യും. അതേപോലെ തന്നെ അവൻ്റെ രോഗങ്ങൾ, കുഷ്ഠരോഗം ഉൾപ്പെടെയുള്ള, വെള്ളപ്പാണ്ട് ഉൾപ്പെടെയുള്ള സ്കിന്നുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കൊക്കെ വലിയ മോചനം ഉണ്ടാകാൻ കാരണമാകുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ശ്രേഷ്ഠതയുള്ള ഒരു നിസ്കാരമാണ് പവിത്രമേറിയ തസ്ബീഹ് നിസ്കാരം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നിസ്കരിക്കേണ്ടതെന്നുള്ളത്. എത്ര തസ്ബീഹാണ് ഒരു സമയത്ത് നൃത്തത്തിൽ ചെല്ലേണ്ടത്, റുക്കൂയിൽ എത്ര ചെല്ലേണ്ടത്, ഇത്തിദാലിൽ എത്ര ചെല്ലേണ്ടത് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതങ്ങനെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, ജുമാ നിസ്കാരത്തിന് ശേഷം 70 തവണ
അല്ലാഹുമ്മ യാ ഗനിയ്യു യാ ഹമീദു യാ മുബ്ദിഉ യാ മുഈദു യാ റഹീമു യാ വദൂദ് അഗ്നിനി ബി ഹലാലിക അൻ ഹറാമിക വ ബിഫദ്ലിക അമ്മൻ സിവാക എന്ന് ചൊല്ലിയാൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് അവന് മോക്ഷം ലഭിക്കാൻ കാരണമാകും. ദാരിദ്ര്യം ഒരിക്കലും അവനെ പിടികൂടുകയില്ലെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കൂ നിങ്ങൾ എന്താണ് ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ യാ ഗനിയ്യു യാ ഹമീദു യാ മുബ്ദിഉ യാ മുഈദു യാ റഹീമു യാ വദൂദ് അഗ്നിനാ ബി ഹലാലിക അഗ്നിനി ബി ഹലാലിക, ഒറ്റക്കാണെങ്കിൽ അഗ്നിനി ബി ഹലാലിക അൻ ഹറാമിക ബിഫദ്ലിക അമ്മൻ സിവാക്ക് എന്ന് പറയുന്ന ആ ദുആ അത് വളരെ ആത്മാർത്ഥമായിട്ട് 70 തവണ എല്ലാ വെള്ളിയാഴ്ചയും അസറിന് മുമ്പ് ചൊല്ലലിനെ പതിവാക്കുക. ഇതും എല്ലാവരും പതിവാക്കി ഒഴിവാക്കാതെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ നമ്മൾ നേരത്തെ സുന്നത്ത് നിസ്കാരങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ശനിയാഴ്ചത്തേത് വെള്ളിയാഴ്ച ഇടയ്ക്ക് വെച്ച് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ. ശനിയാഴ്ചത്തെ വിട്ടുപോയിട്ടുണ്ട്. ശനിയാഴ്ച 6 റക്അത്ത് സുന്നത്ത് നിസ്കാരം മുആദ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് ഓരോ റക്അത്തിലും ഫാത്തിഹയും 3 കാഫിറൂന സൂറത്തും സലാം വീട്ടിക്കഴിഞ്ഞിട്ട് ആയത്തുൽ കുർസിയും ഓതി അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് ദുആ ചെയ്യുക. ഇങ്ങനെയൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാനുള്ള അമലുകൾ ചെയ്താൽ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.